സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സഗണലളിതാം ശ്രീ വിശാഖാനിതാം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപീശ ഗോപികാ കാന്താ രാധാ കാന്താ നമസ്തു ഉത്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുദേവ ചാപതിദാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപാസുരൂപകം ഭക്താവതാരം ഭക്താഖ്യാം നമാമി ഭക്തിശക്തി നിത്യാനന്ദമഹനൗമി സർവാനന്ദകരം പരം ഹരിനാമപുതം ദേവം അവധൂത ശിരോമണി നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതി കൃഷ്ണായ കൃഷ്ണ ചൈതന്യാനാംനേ ഗൗരതിശേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തഥാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമഃ. പ്രഭുപാद की जय गुरुराज की जय दाय गुरु प्रेमानंदे हरे हरे कृष्ण. देव बंधु मत्संगिन मद्गुरो मन्महादना निष्ठारगमत्भाग्या मदानंदा नमस्तुते. पुरंदराय श्रीमद् भागवतम की जय. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 22-ാം അധ്യായം ശ്ലോകം 6. നമുക്ക് ചന്ദ്രനെ കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതിന്റെ കണ്ടിന്യൂസ് ഈ 6-ാമത്തെ ശ്ലോകത്തിലും ആയനത്തിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. ദക്ഷിണായനം, ഉത്തരായനം അല്ലെ. നമ്മളിപ്പോൾ ഉത്തരായന കാലം നേരത്തെ നമ്മൾ മകരസംക്രാന്തി മുതൽ ഇങ്ങോട്ടേക്ക് അല്ലെ ഉത്തരായനമാണ്. ഓക്കെ, നമുക്ക് 6-ാമത്തെ ശ്ലോകം നോക്കാം. അത് സ്ക്രീന് പോസ്റ്റ് ആക്കിയില്ല. കാണാലോ, സ്ക്രീനിൽ കാണാലോ പകുതി. ഹരേ കൃഷ്ണ. കാണാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ഛായാവതാർത്തേന നാഭോ വിദ്യാം പ്രചരതി തം കാലമയനമചാശ്വതേ. അത ഛായാവതാർത്തേന നാഭോ വിദ്യാം പ്രചരതി തം കാലമയനമചാശ്വതേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രചരതി തം കാലമയനമചാശ്വതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഛായാവതാർത്ഥേന നഭോ വീഥ്യാം പ്രചരതീതം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അംബിക കേശവി ദേവദാസ് മാതാജി ജോലിക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഛയാവതാർത്തേന നഭോ വീഥ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിദ്യനാഥ് മാതാജി ജോലിക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ഛയാവതാർത്തേന
നഭോ വീദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ അദച്ചായാവതാർദ്ദേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സിന്ധുസിക്ക മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ അധച്ചായാവതാർദ്ദേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പങ്കജാക്ഷി മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. പ്രണാം. ഓം നമോ ഭഗവതേ വാസുദേവായ അധച്ഛയാവതാർത്തേന നഭോ വിദ്യാ പ്രചരതി താം കാലമയന ആചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാമചന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ അധജയാപദാർത്ഥേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സംഗമണി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ അധചയാവതാർദ്ദേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സിലായ മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ അധച്ഛായാവതാർദ്ദേന നഭോ വിദ്യാം പ്രചരതി കാലം അയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദജി നമ്പൂതിരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഓ നമോ ഭഗവതേ വാസുദേവായ അധജയാവതാർത്ഥേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സീതാരാമനുണ്ണി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ അധചായാവർത്തേന നഭോ വിദ്യാം പ്രചരതി തം കാലമയാനമചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തനുപ്രതി മാതാജി. ചൊല്ലു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ അധചയാവതാർത്തേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വസന്ത മാതാജി. ചൊല്ലുക. ഹരേ കൃഷ്ണ. ഉന്മേറ്റ് ചെയ്തു. ആ ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ അധചയാവതാർദ്ദേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനം ആചക്ഷതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദ ശിവസുന്ദരി ദസ്മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ അധച്ഛയാവതാർത്ഥേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമചക്ഷതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകം വെച്ചെല്ലാം ഇതിന്റെ വിവർത്തനം പ്രാർത്ഥിച്ച് അപ്രകാരം ഉത്തരഭാഗത്തു കൂടിയായാലും ദക്ഷിണഭാഗത്തു കൂടിയായാലും സൂര്യൻ ശൂന്യാകാശത്തിന്റെ പകുതി ദൂരം സഞ്ചരിക്കുന്ന കാലയളവിനെ ഒരു അയനം എന്ന് വിളിക്കുന്നു. ഏഴാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ അധഛായാവന്നഭോ മണ്ഡലം മണ്ഡലാഭ്യാം കർഷണ്യേന സഹ ഉഞ്ചീതം കാലം സംവത്സരം പരിവത്സരമിടാവത്സരമനുവത്സരം വത്സരമിതി ഭാനോർമാന്ത്യശൈക്രിയ സമഗതിഭിഃ സമാമനന്തി. അധഛായാവന്നഭോ മണ്ഡലം സഹദ്യാവാ പൃഥിവ്യോർമണ്ഡലാഭ്യാം പ്രാശ്നന്യേന സഹ ഉഞ്ചീതം കാലം സംവത്സരം
പരിവത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈക്ര്യ സമഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ. നേരത്തെ ചെല്ലാൻ പറ്റില്ല. വിജയമ്മ മാതാജി ചൊല്ലിക്കോ. ശോഭ വിജയമ്മ മാതാജി ചൊല്ലി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദച്ഛായാവത് നഭോ മണ്ഡലം സഹദാവ്യ പൃഥ്വിഗോമർ വിഭോർമണ്ഡലം ലാഭ്യാം കാസന്യേന സഹ ഭുഞ്ചീതം കാലം സംവത്സരം പരിവത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാധ്യാശൈക്ര്യ സമഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സ്വർണ്ണപ്രഭ മാതാജി ശരി. കൃഷ്ണ പ്രഭു. ഓം ഓം ഭഗവതേ വാസുദേവായ. അഥ ച യാവന്നഭോ മണ്ഡലം സഹദ്യാവാ പൃഥിവോർമണ്ഡലാഭ്യാം കാൽസ്യന്യേന സഹജ ഭുഞ്ചീതം കാലം സംവത്സരം പരിവത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈക്ര്യ സമഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ ശോഭാപ്രദേ മാതാജി ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ചായാവന്നോപോ മണ്ഡലം സഹദ്യാവാ പൃഥിവേർമണ്ഡലാഭ്യം കാർസൈന്യേന സഹ ഭുഞ്ചിതം കാലം സംവത്സരം പരിവത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈക്ര്യ സമഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജയശ്രീ മാതാജി ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അധച്ഛായാവന്നഭോ മണ്ഡലം സഹ ദ്യാവാ പൃഥിവ്യോർമണ്ഡലാഭ്യാം കർസന്യേന സഹ ഭുഞ്ചീതം കാലം സംവത്സരം പരിവത്സരമിഢാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമധ്യശൈക്ര്യ സമഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനിത മാതാജി ശരി. ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ആ ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ച യാവന്നഭോ മണ്ഡലം സഹ ദ്യാവാ പൃഥ്വിയോർമണ്ഡലാഭ്യാം കൽസന്യേന സഹ ഭുഞ്ചീതം കാലം സംവത്സരം പരിവത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈക്ര്യ സമാഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഡോക്ടർ ശ്രീലജ്ജ മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ച യാവന്നഭോ മണ്ഡലം സഹദ്യാവാ പൃഥിവ്യോർമണ്ഡലാഭ്യാം കാർസ്നേന സഹ ഭുഞ്ചീത തം കാലം സംവത്സരം വത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈക്ര്യ സമഗതിഭിः സമാം ആമനന്തി. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗീതാട്ടി മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ച യാവന്നഭോ മണ്ഡലം സഹദ്യാവാ പൃഥിവ്യോർമണ്ഡലാഭ്യാം കാർസന്യേന സഹ ഭുഞ്ചീതം കാലം സംവത്സരം പരിവത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈക്ര്യ സമഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാശ്രീ മാതാജി ശരി. ഹരേ കൃഷ്ണ പ്രഭു. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ച യാവന്നഭോ മണ്ഡലം സഹദ്യാവാ പൃഥിവ്യോർമണ്ഡലാഭ്യാം കാസ്ന്യേന സഹ ഭുഞ്ചീതം കാലം സംവത്സരം പരിവത്സരമിടാവത്സരം അനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈക്ര്യ സമഗതിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ
ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അധശ്ച യാവന്നഭോ മണ്ഡലം സഹ ദ്യാവാ പൃഥിവ്യോർമണ്ഡലാഭ്യാം കാർസന്യേന സഹ ഭുഞ്ജീതം കാലം സംവത്സരം പരിവത്സരമിഥാവത്സരമനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശ്ചൈക്യ സമാധിഭിः സമാമനന്തി. ഹരേ കൃഷ്ണ. നമുക്ക് ഇതിന്റെ വിവർത്തനമാവാം. സൂര്യദേവന് 3 വേഗതകളുണ്ട്: മന്ദവും, ചടുലവും, മിതവും. ഈ 3 വേഗതകളിൽ അദ്ദേഹം സ്വർഗീയ, ഭൗമിക, ശൂന്യാകാശ മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുന്ന കാലയളവിനെ പണ്ഡിതന്മാർ സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്നീ 5 നാമങ്ങളിൽ പിടിക്കുന്നു. ഭാവാർത്ഥമേ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ. സൗര ജ്യോതിശാസ്ത്ര കണക്ക് പ്രകാരം ഓരോ വർഷത്തിനും നിശ്ചിത കാലഘടനയേക്കാൾ അഥവാ പഞ്ചാംഗ വർഷം 6 ദിവസം അധികവും ചന്ദ്രവർഷ കണക്കു പ്രകാരം 6 ദിവസവും കുറവുമാണ്. ആയതിനാൽ സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തിനനുസരിച്ച് സൂര്യവർഷത്തിനും ചന്ദ്രവർഷത്തിനും ഇടയിൽ 12 ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട്. അതിനാൽ സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്നിവ കടന്നു പോകുമ്പോൾ ഓരോ 5 വർഷത്തിനും ഇടയിൽ 2 മാസം അധികമുണ്ടെന്നും ഇത് 6ാമതൊരു സംവത്സരം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് അധികമായതിനാൽ സൗരയുധം മേൽ പറഞ്ഞ 5 നാമങ്ങൾക്കനുസൃതമായി കണക്കാക്കപ്പെടും. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവം സരസ്വതി വ്യാസം തതോ ജയമുദ്രേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭക്തിയുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ മൂകം കരോതി വാചാലം ഭംഗും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്യ നാമനെ നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തഥാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമഃ. പ്രഭുപാദ की जय, गुरुराज की जय, निताय गौर प्रेमानंदे हरे हरे कृष्ण. നമ്മള് അവസാനമായിട്ട് 5ാമത്തെ ശ്ലോകത്തിൽ പറയുകയുണ്ടായി വർഷത്തെ കുറിച്ചിട്ടും മാസത്തെ കുറിച്ചിട്ടും ഒക്കെ. സൂര്യൻ 12 വ്യത്യസ്ത രാശികളിലൂടെ കടന്നു പോകുന്നു അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നാമങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ചന്ദ്രൻ അല്ലെ ഒരു മാസത്തില് 2 തവണ ചന്ദ്രന്റെ ആ പൂർണ്ണതയെ കുറിച്ചിട്ടും ക്ഷയിച്ചു വരുന്നതിനെ കുറിച്ചിട്ടും പറയുകയുണ്ടായി. അതുപോലെ തന്നെ പറയുന്നു നക്ഷത്ര സംബന്ധിയായ കണക്ക് പ്രകാരം ഒരു മാസം 2.25 നക്ഷത്രവൃന്ദത്തിൽ സൂര്യൻ 2 മാസം സഞ്ചരിക്കുമ്പോൾ ഒരു ഋതു കടന്നു പോകുന്നു. അതിനാൽ ഋതുഭേദങ്ങൾ വർഷത്തിന്റെ ശരീരഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഒരു വർഷത്തിലെ 6 ഋതുക്കളുണ്ട്. ഒരു 2 മാസം കൂടുമ്പോൾ ഒരു ഋതു ഉണ്ടാകുന്നു. അപ്പോ 6ാമത്തെ ശ്ലോകത്തിൽ അതുപോലെ തന്നെ പറയുന്നത് അയനങ്ങള്, സൂര്യന്റെ ആ സഞ്ചാരം ഉത്തരഭാഗത്തു കൂടിയും ദക്ഷിണഭാഗത്തു കൂടിയും അതിനെ ഉത്തരായണം ദക്ഷിണായനം എന്ന രീതിയിൽ വിളിക്കപ്പെടുന്നു. ഉത്തരഭാഗത്തു കൂടിയായാലും ദക്ഷിണഭാഗത്തു കൂടിയായാലും സൂര്യൻ ശൂന്യാകാശത്തിന്റെ പകുതി ദൂരം സഞ്ചരിക്കുന്ന കാലയളവിനെ ഒരു അയനം എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ സൂര്യൻ ഉത്തരായണത്തിലാണെന്ന് പറയും അല്ലെ, നല്ല ആ പൊസിഷനിലാണെന്ന് പറയും. എന്താണ് ദക്ഷിണായനം എന്ന് പറയുമ്പോൾ
സാധാരണ രീതിയിൽ പൂജാ കാര്യങ്ങളും മറ്റുള്ള പലതരത്തിലുള്ള പുതിയ പ്രവൃത്തികൾ, ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള പല കാര്യങ്ങൾക്കും ദക്ഷിണായന കാലത്ത് ആരംഭിക്കലായിരുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, മറ്റുള്ള പലതരത്തിലുള്ള അങ്ങനെയുള്ള മംഗളകർമ്മങ്ങൾ അതൊക്കെ ഉത്തരായനം മുതലാണ് ആരംഭിച്ചത്. സൂര്യൻ ഉത്തരായണത്തിൽ നമുക്ക് കാണാൻ പറ്റും കേരളത്തിലൊക്കെ അല്ലെ. പല ഉത്സവങ്ങളും ഒക്കെ തുടങ്ങുവായി ജനുവരി മുതൽ ഇങ്ങോട്ടേക്കാണ്. അതാണ് ഉത്തരായണ കാലഘട്ടത്തിലാണ് ഇതൊക്കെ ആഘോഷങ്ങളും മറ്റുള്ളതൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സൂര്യൻ 3 വേഗതയിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ട് അത് ഒന്ന് മന്ദവും ചടുലവും മിതവുമായിട്ട്. ഇതിനനുസരിച്ചിട്ട് വർഷം അതിനെ സംവത്സരം, നേരത്തെ പഠിച്ചു അല്ലെ, സംവത്സരമായിട്ട് കാണും. അതുപോലെ തന്നെ പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്നിങ്ങനെ 5 നാമങ്ങളിൽ വിളിക്കുന്നു എന്ന് പറയും. അതുപോലെ സൂര്യന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് എന്താണ് സൗര വർഷമായിട്ട് കാണും അല്ലെ. അതുപോലെ തന്നെ ചന്ദ്രവർഷം. പലപ്പോഴും ഓരോരോ പല കലണ്ടറുകളും ഉണ്ട് അല്ലെ, പല കണക്കുകൾ പ്രകാരം. അപ്പൊ അവരെ പലപ്പോഴും വ്യത്യാസങ്ങൾ കാണാം അല്ലെ. ഇവിടെ പറയുന്നു അതിനെ കുറിച്ചിട്ട്. സൗരജ്യോതിഷ ശാസ്ത്രപ്രകാരം ഓരോ വർഷത്തിനും നിശ്ചിത കാലഘട്ടനേക്കാൾ 6 ദിവസം അധികമാണ്. ചാന്ദ്രവർഷ പ്രകാരം കണക്കാക്കുമ്പോൾ 6 ദിവസം കുറവുമാണ്. ചില ആൾക്കാരൊക്കെ ചന്ദ്രനെ ചാന്ദ്രവർഷം ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ. ഇപ്പൊ ഇവിടെ പറയുന്നു ആയതിനാൽ സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തിനനുസരിച്ചിട്ട് സൂര്യവർഷത്തിനും ചന്ദ്രവർഷത്തിനും ഇടയിൽ 12 ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട് എന്ന്. അതിനാൽ സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം എന്നിവ കടന്നു പോകുമ്പോൾ ഓരോ 5 വർഷത്തിനുമിടയിൽ 2 മാസം അധികം ഉണ്ടാകുന്നു. ഇത് 6ാമതൊരു സംവത്സരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് അധികമായതിനാൽ സൗരയുധം മേൽപ്പറഞ്ഞ 5 നാമങ്ങൾക്ക് അനുസൃതമായിട്ട് കണക്കാക്കപ്പെടും. സൂര്യന്റെ പ്രകാരം നോക്കുമ്പോൾ 6 ദിവസങ്ങള് കൂടുതൽ അല്ലെ, ചന്ദ്രന്റെ പ്രകാരം നോക്കുമ്പോൾ 6 ദിവസം കുറവുമാണ്. ഇങ്ങനെ ഒരു വർഷത്തില് 12 ദിവസം വ്യത്യാസം ഉണ്ട്. അങ്ങനെ 5 വർഷം കൂടുമ്പോൾ 2 മാസം അധികം ഉണ്ടാകുന്നു. ഇതുപോലെ ഒരു കണക്ക് നമ്മുടെ വൈഷ്ണവ കലണ്ടർ പ്രകാരം പറയും അല്ലെ. അധിക മാസം അല്ലെ 3 വർഷങ്ങൾ കൂടുമ്പോൾ ആണ് അത് പ്രകാരം സംഭവിക്കുന്നത്. അധിക മാസമായിട്ട് വരുന്നതിനെ കുറിച്ച് അപ്പൊ അതിന് എല്ലാവരും റിജക്ട് ചെയ്യുകയുണ്ടായി അല്ലെ. അതാണ് പിന്നീട് ആ മാസം പരാതിയുമായിട്ട് പോവുകയും അല്ലെ ഭഗവാൻ ആ മാസത്തിന് അനുഗ്രഹമൊക്കെ കൊടുക്കുകയുണ്ടായി. ഏതായിരുന്നു ആ മാസം അറിയുന്നവർക്കുണ്ടോ? പുരുഷോത്തമ മാസം. ഹരേ കൃഷ്ണ. പുരുഷോത്തമ മാസം. ഭഗവാൻ ആ മാസത്തിന് ഭഗവാന്റെ തന്നെ പേര് നൽകുകയുണ്ടായി അല്ലെ. ആ മാസം എല്ലാരും റിജക്ട് ചെയ്തു. ആരും ഒരു നല്ല മംഗളകരമായിട്ട് ഒരു പ്രവൃത്തികളും ഒരു കാര്യങ്ങളും ചെയ്യാതെ അതിനെ അധിക്ഷേപിക്കുകയുണ്ടായി, അതിനെ മാറ്റി നിർത്തുകയുണ്ടായി അല്ലെ. ഭഗവാന്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? നീ ഇന്നു മുതൽ എന്റെ പേരിൽ അറിയപ്പെടും അല്ലെ. പുരുഷോത്തമ മാസം. മറ്റുള്ള എല്ലാ മാസങ്ങളിലും ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലം ഈ പുരുഷോത്തമ മാസം ചെയ്യുന്ന ഭക്തിത സേവനങ്ങൾക്ക് ലഭിക്കുമെന്ന് അല്ലെ. ഭക്തിത സേവനങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും അനുകൂല മാസം ആയിട്ടുള്ള മാസമാണ് നമ്മൾ നേരത്തെ പഠിച്ചു. ദാമോദര മാസം പുണ്യമാസം തന്നെ അല്ലെ. കാർത്തിക മാസം
അതിനേക്കാളും 100 ഇരട്ടി മടങ്ങ് 100 മടങ്ങ് അധികം ഫലം ലഭിക്കുന്നതാണ് ഈ പുരുഷോത്തമ മാസം എന്ന് പറയുന്നത്. 3 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. ഇനി ഈ വർഷം വരുന്നുണ്ട് പുരുഷോത്തമ മാസം. അതാണ് ഭക്തി ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ല മാസം, ഏറ്റവും കൂടുതൽ ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്ന മാസമായിട്ട്. എട്ടാമത്തെ ശ്ലോകം. അപ്പൊ ഇങ്ങനെ അധികം വരുന്നുണ്ടെങ്കിലും അത് ഒരു മാസമായിട്ട് അങ്ങനെ ഒരു എന്താ പറയാ മാസമായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ് പറയുന്നത്. സംവത്സരത്തിൽ വരുത്തില്ല. ഈ 5 പേരിലുള്ള നാമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ കണക്കാക്കുന്നു. എട്ടാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ ഏവം ചന്ദ്രമ അർക്കപതിസ്തഭ്യ ഉപരിഷ്ടാലക്ഷയോജനത ഉപലഭ്യമാനോ അർക്കസ്യ സംവത്സര ഭുക്തിം പശ്യാഭ്യാം അസഭുക്തിം സപാദർശാഭ്യാം ദിനേനൈവ പശ്യഭുക്തിമഗ്രചാരി ദ്രുതതരഗമനോ ഭുക്തേ ഏവം ചന്ദ്രമാ അർക്കഗപസ്തിഭ്യ ഉപരിഷ്ടാലക്ഷയോജനത ഉപലഭ്യമാനോർക്കസ്യ സംവത്സര ഭുക്തി പശ്യാഭ്യാമാസഭുക്തിം സപാദർശാഭ്യാം ദിനേനൈവ പശ്യഭുക്തിമഗ്രചാരി ദ്രുതതരഗമനോ ഭുക്തി. സൂര്യന്റെ പ്രകാശകിരണങ്ങൾക്ക് 1,00,000 യോജന അഥവാ 8,00,000 മൈൽ മുകളിലാണ് സൂര്യനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ. 2 ചാന്ദ്രവർഷങ്ങളിൽ ചന്ദ്രൻ സൂര്യന്റെ ഒരു സംവത്സരത്തിന് തുല്യം സഞ്ചരിക്കുന്നു. രണ്ടേകാൽ ദിവസങ്ങൾ കൊണ്ട് അത് സൂര്യന്റെ ഒരു മാസം സഞ്ചരിക്കുന്നു. അതുപോലെ ഒരു ദിവസം കൊണ്ട് സൂര്യന്റെ ഒരു ദ്വൈവാരം പിന്നിടുന്നു. ചന്ദ്രൻ സൂര്യരശ്മികളിൽ നിന്നും 1,00,000 യോജന അഥവാ 8,00,000 മൈൽ മുകളിലാണെന്ന കാര്യം കണക്കിലെടുക്കുമ്പോൾ ചന്ദ്രനിലേക്ക് നടത്തുന്ന ആധുനിക വിനോദയാത്രകൾ എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ അമ്പരക്കും. ചന്ദ്രന് അത്രയും ദൂരെയായതിനാൽ ശൂന്യാകാശ വാഹനങ്ങൾക്ക് എങ്ങനെ അവിടെ പോകാൻ കഴിയുമെന്ന കാര്യം സംശയകരമായ ഒരു രഹസ്യമാണ്. ആധുനിക ശാസ്ത്രീയ കണക്കുകൂട്ടലുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി മാറ്റങ്ങൾക്ക് വിഷയീഭവിക്കുന്നതാകിയാൽ അനിശ്ചിതമാണ്. നമ്മൾ വൈദിക സാഹിത്യത്തിന്റെ നിഗമനങ്ങൾ അംഗീകരിക്കണം. വൈദിക നിഗമനങ്ങൾ സ്ഥിരതയുള്ളവയും വളരെ വളരെ മുമ്പേ വൈദിക സാഹിത്യത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ജ്യോതിശാസ്ത്ര കണക്കുകൾ ഇന്നും ശരിയുമാണ്. വൈദിക നിഗമനങ്ങളാണോ ആധുനിക കണക്കുകൂട്ടലുകളാണോ ശരിയെന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് സന്ദേഹം ഉണ്ടായേക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൈദിക നിഗമനങ്ങളെ ശരിയെന്ന് കണക്കാക്കുന്നു. ചന്ദ്രനെ കുറിച്ച് പറയുന്നത് എന്താണ്? സൂര്യന്റെ പ്രകാശകിരണങ്ങൾക്കും 1,00,000 യോജന 8,00,000 മൈൽ മുകളിലാണ് ചന്ദ്രൻ ഉള്ളത് എന്ന്. പ്രഭുപാദരിയുടെ പറയുന്നു, ആൾക്കാർ ചന്ദ്രനിൽ പോയി എന്നൊക്കെ പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നു? സൂര്യന്റെ ലോകത്ത് പോകാനും ചന്ദ്രൻ ലോകത്ത് പോകാനും ഒക്കെ അതിനനുസൃതമായിട്ടുള്ള ശരീരം നമുക്ക് വേണം. അല്ലെ, നമുക്കുള്ളത് ഈ ഗ്രഹത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുസൃതമായിട്ടുള്ള ശരീരങ്ങളാണ് ഈ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചത്. അല്ലെ, ഇത് വെച്ചിട്ട് ചന്ദ്രനോ സൂര്യനോ പോവാനായിട്ട് സാധ്യമല്ല എന്ന് ഉൾപ്പെടുന്നു. നമുക്ക് പോവാൻ സാധിക്കും ഈ ഒരു ശരീരം കൊണ്ടുള്ള അതിനനുസൃതമായിട്ടുള്ള ശരീരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഉപരി ലോകങ്ങളിലേക്ക് പോവാനായിട്ട് സാധിക്കും. സൂര്യനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ 2 ചാന്ദ്രവർഷങ്ങളിൽ ചന്ദ്രൻ സൂര്യന്റെ ഒരു വത്സരത്തിന് തുല്യം
സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ 2.25 ദിവസങ്ങൾ കൊണ്ട് അത് സൂര്യന്റെ ഒരു മാസവും സഞ്ചരിക്കുന്നു. അതുപോലെ ഒരു ദിവസം കൊണ്ട് സൂര്യന്റെ ദ്വൈവാരം പിന്നിടുന്നു. ചന്ദ്രൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് സൂര്യന്റെ രശ്മികൾ തന്നെ ശരിയാൻ വണ്ണം നോക്കാൻ പോലും സാധിക്കില്ല അല്ലെ. 12 മണിക്കൊക്കെ നമുക്ക് സൂര്യനെ നോക്കാൻ പോലും സാധിക്കാത്തതാണ് അല്ലെ. അപ്പൊ അതിനും എത്രയോ മൈലുകൾ, 8 ലക്ഷം മൈലാണ് മുകളിലാണ് ചന്ദ്രന്റെ ആ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദർ പറയുന്നു, ആധുനിക വിനോദയാത്രകൾ എങ്ങനെ സാധിക്കും ചന്ദ്രനിലേക്ക് നടത്തുന്നത് എന്ന് നമ്മൾ അമ്പരക്കുന്നു. ശാസ്ത്രങ്ങൾ പ്രകാരം നോക്കുമ്പോൾ എന്താണ് ആധുനികമായിട്ടുള്ള ആൾക്കാർ പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കില്ല. ശാസ്ത്രങ്ങൾ പഠിക്കാത്തവര് അത് വിശ്വസിക്കുന്നു. ചന്ദ്രൻ അത്രയും ദൂരെയായതിനാൽ ശൂന്യാകാശ വാഹനങ്ങൾക്ക് എങ്ങനെ അവിടേക്ക് പോകാൻ കഴിയുമെന്ന കാര്യം സംശയകരമായ ഒരു രഹസ്യമാണ്. ആധുനിക ശാസ്ത്രീയ കണക്കൂട്ടുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി മാറ്റങ്ങൾക്ക് വിഷയീഭവിക്കുന്നതാകിയാൽ അനിശ്ചിതമാണ്. നമ്മൾ വൈദിക സാഹിത്യത്തിന്റെ നിഗമനങ്ങൾ അംഗീകരിക്കും. നമ്മൾ പഠിക്കുന്ന ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ട് ഭാഗവതവും മറ്റുള്ള ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടെടുക്കുന്നത് ഒരിക്കലും മാറുന്നതല്ല. എന്നാൽ ആധുനികമായിട്ട് ഓരോരോ കാര്യങ്ങളും പറയുന്ന ഓരോരാൾ ഓരോ കാര്യം പറയും. അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഒരു വ്യക്തി വന്നിട്ട് പറയും നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ തെറ്റാണ്, ഇതാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഓ അതുപോലെയല്ല, ശാസ്ത്രങ്ങൾ ഒരിക്കലും തെറ്റില്ല. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഒരിക്കലും തെറ്റുന്നത് അല്ലെ. ഇന്നും നമുക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഈ രാശിയും അല്ലെ, മറ്റുള്ള മാസവും ഒക്കെ അല്ലെ. ഇന്നും എന്താ പറയാ, ജ്യോത്സ്യന്മാരും മറ്റുള്ളൊക്കെ ആ ഒരു രാശി അല്ലെ, സൂര്യന്റെ സഞ്ചാരം, മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം, അതൊക്കെ നമ്മൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ പഠിക്കുന്നു. ചൊവ്വ, ബുധൻ, ശുക്രൻ, ശനി, അങ്ങനെയുള്ള പല ഓരോരോ ഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലെ. അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് ജ്യോത്സ്യന്മാരൊക്കെ ഓരോരോ ആളുടെ ഗ്രഹനില നോക്കുന്നതും മറ്റുള്ളതൊക്കെ ഓരോ സമയം, നല്ല സമയം, മോശ സമയം ഇതൊക്കെ കണക്കാക്കുന്നതൊക്കെ അല്ലെ. ഇതൊക്കെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും മാറില്ല. എന്നാലേ പുതുതായിട്ട് ഓരോരോ ആൾക്കാരും ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് അവരൊക്കെ പറയും നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ തെറ്റാണ്, ഞങ്ങൾ പറയുന്നതാണ് ശരി. പ്രഭുപാദർ പറയുന്നു, ആധുനിക ശാസ്ത്രീയ കണക്കുകൂട്ടലുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി മാറ്റങ്ങൾക്ക് വിഷയം ആകയാൽ അനിശ്ചിതങ്ങളാണ്. നമ്മൾ വൈദിക സാഹിത്യത്തിന്റെ നിഗമനങ്ങൾ അംഗീകരിക്കണം. വൈദിക നിഗമനങ്ങൾ സ്ഥിരതയുള്ളവയും വളരെ വളരെ മുമ്പേ വൈദിക സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജ്യോതിശാസ്ത്ര കണക്കുകൾ ഇന്നും ശരിയുമാണ്. വൈദിക നിഗമനങ്ങളോ ആധുനിക കണക്കുകൂട്ടലുകളോ ഒന്നും ശരിയായെന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് സന്ദേഹം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൈദിക നിഗമനങ്ങളെ ശരിയെന്ന് അംഗീകരിക്കും. അതിൽ പറയുന്നു, ചില ആൾക്കാർ ഈ ശാസ്ത്രത്തെക്കുറിച്ച് അറിയാത്തവരെന്താണ്, അവര് ഇതിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇതിൽ വിശ്വസിക്കണം. ഇതിൽ പറയുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യമെന്ന്. അതിൽ പറയും, ചന്ദ്രനിലെ ഉപരിലോകങ്ങളാണല്ലേ, അവിടെ ഈ ഭൂമിയിലെ പോലെയല്ല, അനേക വർഷങ്ങള് അവിടെ ആയുസുണ്ട്. എന്നാൽ അവർക്ക് അവിടെ കഴിഞ്ഞാൽ പോലും എന്തിനാണ് ഇവിടെ ഈ ഇത്രയും അല്പായുസുള്ള ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട ആവശ്യം? ചന്ദ്രനിൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ 10,000-കണക്കിന് വർഷങ്ങൾ അവിടെ താമസിക്കാം. അവിടെ കഴിഞ്ഞാൽ പോരെ, പിന്നെ തിരിച്ചു വരേണ്ടതായിട്ടില്ല അല്ലെ. അപ്പോ ഇത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ വിശ്വസിക്കും. ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എവിടെയെങ്കിലും ഉള്ള പിക്ചറൊക്കെ എടുത്തിട്ട് ഞാൻ ഇന്ന സ്ഥലം പോയി എന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. എന്നാൽ ഭാഗവതം ഇന്ന കാര്യങ്ങൾ പറയുന്നു, അല്ലെ ഭഗവത്ഗീതയിൽ ഇന്ന കാര്യങ്ങൾ ഭഗവാൻ പറയുന്നു എന്ന് പറഞ്ഞാല് ആരും വിശ്വസിക്കില്ല. അത് കെട്ടുകഥകളല്ലേ ഇത് അല്ലേ. അല്ല ഇങ്ങനെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും. നമ്മളൊരു കാര്യം ഒരു സാധു ശാസ്ത്രം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശ്വസിക്കണം, ഉൾക്കൊള്ളും. ഓക്കെ, 9-ാമത്തെ ശ്ലോകം കൂടി നമുക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ.
അധചാപൂര്യമാണവിശ്യ കാലാഭിരമാരാണാം ക്ഷീയമാണാവിശ്യ കാലാഭി പിതൃമഹോരാത്രാണി പൂർവപശ്ചാപരപശ്ചാഭ്യാം വിദന്വാനഃ സർവജീവനിവഹ പ്രാണോ ജീവശൈകമേകം നക്ഷത്രം ത്രിംശതാ മുഹൂർത്തൈർഭുങ്ക്തേ. ചന്ദ്രൻ സർവശക്തികളും പൂർണ്ണമായി നിറഞ്ഞതാകിയാൽ അത് പരമദിവ്യോത്ത് പുരുഷനായ ഭഗവാന്റെ സ്വാധീനത്തെ പ്രതീതീകരിക്കുന്നു. ചന്ദ്രൻ എല്ലാവരുടെയും മനസ്സിന്റെ അതിദേവതയായതിനാൽ മനോമയൻ എന്ന് വിളിക്കപ്പെടുന്നു. എല്ലാ ഔഷധ ചെടികൾക്കും മറ്റു സസ്യങ്ങൾക്കും ശക്തി നൽകുന്നതിനാൽ അത് അന്നമയൻ എന്നും എല്ലാ ജീവസത്തകളുടെയും ജീവന്റെ ഉറവിടതിനാൽ അമൃതമയൻ എന്നും വിളിക്കപ്പെടുന്നു. ചന്ദ്രൻ ദേവന്മാരെയും പിതാക്കളെയും മനുഷ്യജീവികളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഉരകങ്ങളെയും വൃക്ഷലതാദികളെയും മറ്റെല്ലാ ജീവസത്തകളെയും പ്രീതിപ്പെടുന്നു. ചന്ദ്രന്റെ സാന്നിധ്യത്തിൽ എല്ലാ ജീവസത്തകളും സംതൃപ്തരാകുന്നു. അതിനാൽ ചന്ദ്രൻ സർവമയൻ അഥവാ സർവവ്യാപി എന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ നേരത്തെ പഠിക്കുകയുണ്ടായി അല്ലെ? ചന്ദ്രന്റെ പ്രകാശം കൊണ്ടാണ് എല്ലാ പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അല്ലെ? എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടുന്ന വെളിച്ചം അല്ലെ, പ്രകാശം നൽകുന്നത് ആ ചന്ദ്രനാണ് എന്ന് നേരത്തെ പഠിക്കുന്നത്. അപ്പൊ ഈ ചന്ദ്രൻ അല്ലെ, സൂര്യൻ, ഇവരൊക്കെ എന്താണ്? ഭഗവാന്റെ ശക്തി അതെന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നത് ഭഗവാന്റെ സൂര്യചന്ദ്രന്മാര് ഭഗവാന്റെ കണ്ണുകളായിട്ട് പറയും. അപ്പോ എല്ലാ ജീവജാലങ്ങൾക്കും സൂര്യന്റെ പ്രകാശം ആവശ്യമാണെന്ന് പറയും. ഇവരൊക്കെ അതിൽ സംതൃപ്തരാകുന്നു എല്ലാ ജീവജാലങ്ങളും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സൂര്യനെ സർവമയൻ സർവവ്യാപി എന്ന് വിളിക്കുന്നു. ചന്ദ്രൻ അല്ലെ, ചന്ദ്രനെ സർവമയൻ സർവവ്യാപി എന്ന് പറയും. ചന്ദ്രൻ എന്താ പറയാ, പല ആൾക്കാർ പറയും ചന്ദ്രൻ ഒരു നല്ല ഇതാണെന്ന് പറയും. ജ്യോതിഷം നോക്കുന്ന ആൾ മറ്റുള്ളവരും എല്ലാം പറയും അല്ലെ, ചന്ദ്രൻ ഉച്ചസ്ഥായിയിലാണ്, അതുകൊണ്ട് നല്ലതാണ് എന്ന്. നേരത്തെ പറഞ്ഞു ചന്ദ്രനെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു എന്ന്, പല പൂർണ്ണതയുണ്ടാകുന്നു, പിന്നീട് അത് ചെറുതായി ചുരുങ്ങി വീണ്ടും അത് പിന്നീട് വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നു അല്ലെ. ഒരു മാസത്തിലെ 2 തവണ അതിനെക്കുറിച്ച് നേരത്തെ പറയുകയുണ്ടായി. എല്ലാ ജീവജാലങ്ങൾക്കും ചന്ദ്രൻ നന്മ വരുത്തുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ട് സൂര്യനെ കുറിച്ചും പറഞ്ഞു. സൂര്യന്റെ പ്രകാശമോ ചൂടോ ഇല്ലാതെ തന്നെ ആർക്കും തന്നെ ഇവിടെ വസിക്കുവാനായിട്ടില്ല. സൂര്യചന്ദ്രന്മാര് ഭഗവാന്റെ കണ്ണുകളാണെന്ന് പറയുന്നു അല്ലെ. സൂര്യചന്ദ്രന്മാരെ കാണുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർക്കാനായിട്ടും ഭഗവാൻ പറയും അല്ലെ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയും രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യായ. ഭഗവാനെ ഓർക്കാനായിട്ടുള്ള വഴികൾ, ജലത്തിന്റെ രസം ഞാനാകുന്നു. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എന്താണ്? ഭഗവാനെ ഓർക്കും. അതുപോലെ എല്ലാ ദിവസവും സൂര്യചന്ദ്രന്മാരെ നമ്മൾ കാണുന്നു അല്ലെ. അപ്പോഴൊക്കെ നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കണോ? ആ സൂര്യചന്ദ്രന്മാർക്ക് പ്രവർത്തിക്കുവാനുള്ള ശക്തി നൽകുന്നത് ഭഗവാനാണ്. അത് ഭഗവാന്റെ കണ്ണുകളാണ്. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. മണിഭൂഷണ മാതാജി, മാതാജിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാതാജിയെ ഞാൻ കോസ്റ്റ് ആക്കാം. മാതാജി പറഞ്ഞുള്ള കാര്യങ്ങൾ കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ആരും കാണുന്നില്ല, എല്ലാവരും ഇരുട്ടിലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീഡിയോ എല്ലാരും ഓണാക്കില്ല മാതാജി, രാവിലെ തന്നെ ആയതുകൊണ്ട് പലരും വീഡിയോയിലാണ്. പിന്നെ പല ആൾക്കാരും അത് ചിലപ്പോ വീഡിയോ പല ആൾക്കാരും ഓരോരോ സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ അത് മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ ബുദ്ധിമുട്ടായോണ്ടോന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് പറയാറില്ല അല്ലെ. പറ്റുന്നവര് ഓണാക്കിക്കോളാം. പറ്റുന്നവര് വീഡിയോ ഓണാക്കി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കിക്കോളൂ.
എല്ലാവർക്കും പറ്റുന്നില്ലെങ്കിലും പറ്റുന്നവരുണ്ടാവില്ലേ നമ്മുടെ ക്ലാസ്സിൽ? അതെ അതെ ഒരു മിനിറ്റ്, ഞാൻ അത് ആ ഓപ്ഷൻ ഞാൻ മാറ്റിക്കളി. ഞാൻ അതുകൊണ്ട് അത് വീഡിയോ ഓക്കെ ഇപ്പൊ ഓണാക്കിയാൽ കിട്ടും. ഇപ്പൊ ഓണാക്കി ഞാൻ ആ ഓപ്ഷൻ കൊടുത്തിരുന്നു, അതുകൊണ്ട്. ഹരേ കൃഷ്ണ. സഭ്യമായിട്ട് രീതിയിൽ വീഡിയോ ഓൺ ആക്കിയിരിക്കാൻ സാധിക്കുന്നവർ രാവിലെ ക്ലാസ്സിൽ ഓൺ ആക്കിയിരുന്ന നല്ലത്. അത് ക്ലാസ് എടുക്കുന്ന ടീച്ചർക്കും നല്ലതായിരിക്കും, അതേപോലെ തന്നെ നമുക്കും നല്ലതാണ് അല്ലെ ക്ലാസ്. കാരണം ഇപ്പൊ ഇത്രയും നാളായിട്ട് നമ്മളെപ്പോഴും ഇരുട്ടിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരല്ല എല്ലാവരും. എത്രയോ വർഷങ്ങളായിട്ട് ഭാഗവതം കേൾക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെ മുന്നിൽ തന്നെ ഇരുട്ടാവുമ്പോ നമ്മളെങ്ങനെയാ വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുക നമുക്ക്? അതുകൊണ്ട് പറ്റുന്നവർ ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ തന്നെ ശരിയായ രീതിയിൽ ഓണാക്കിയിരിക്കാൻ സാധിക്കുന്നവർ ഓണാക്കിയിരുന്ന പ്രഭുവിനും അത് ഇൻസ്പിറേഷൻ കൂടുതലായിരിക്കും. കാരണം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് വീഡിയോ ഓണാക്കിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. കുറെ പേര് നമുക്ക് അറിയുന്നവരാണ്, കുറെ പേര് പുതിയവരുണ്ടാകാം. എല്ലാവർക്കും ഒന്നും കൂടി പറയാണ്, ഞാൻ മണിഭൂഷിത രേവതി ദേവിദാസി. പ്രണാമം. ഒരു കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഒരു പ്രത്യേക കാര്യം പറയാൻ നമ്മൾ ഇഷ്ടപ്രഭു പറഞ്ഞതുകൊണ്ടാണ് നമ്മളെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. പഴയവരാണ് കൂടുതൽ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു. ഈ ഭാഗവതം ക്ലാസ്സിൽ കൂടുതൽ ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ തന്നെ ആദ്യം വന്നത്. ഒരു പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു മാതാജി ഉണ്ടായിരുന്നു, കോഹാസ്റ്റ് ആയിട്ടുള്ള രേണു ഹരികൃഷ്ണ മാതാജിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? അൺമ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ടിലാണ് ഇരിക്കുന്ന വെച്ചാ. അപ്പോ മാതാജി നമുക്കൊക്കെ പരിചയമുണ്ട്. അപ്പൊ ചെറിയൊരു അറിയാൻ നിങ്ങൾക്ക് അറിയണ്ടോന്ന് അറിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ കണക്ഷൻ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല മാതാജിയായിട്ട്. അപ്പൊ മാതാജി നമ്മുടെ ഇസ്കോൺ മാംഗ്ലൂരിൽ കുറെ പേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞിട്ട്. നിങ്ങളുടെ നിന്ന് മേടിച്ചിട്ടൊന്നും എനിക്കറിയില്ല, എനിക്ക് അതറിയാനാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. മാതാജി അറിയുന്നവര് ഒന്ന് പറയാം, നിങ്ങൾ ആരെങ്കിലും. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്, അമ്മണി മാതാജി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കാരണം മാതാജിക്ക് സുഖമില്ല, ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലവരായിട്ട് മാതാജി കോണ്ടാക്ട് ചെയ്തിട്ട് പൈസ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ മാതാജി നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സർവീസ് ഒന്നും ചെയ്യുന്നില്ല ആള്. പക്ഷെ ഈ നിങ്ങളായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആരെങ്കിലും. അങ്ങനെ ആരെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. പ്രഭു കേസ് കൊടുക്കാന്നുള്ള രീതിയിലാണ് നമനിഷ്ഠ പ്രഭു പറയുന്നത്. കാരണം ഇസ്കോൺ മാംഗ്ലൂരിന്റെ പേരിൽ അങ്ങനത്തെ കാര്യങ്ങള് നമ്മൾ ഇവിടെ ഒരാളോടും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇസ്കോൺ മാംഗ്ലൂർ ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. അപ്പൊ ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും ഉണ്ട്. അത് ഒത്തിരി പേര് ഹരേ കൃഷ്ണ. ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ? നിങ്ങൾ ആരെങ്കിലും മാതാജി ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോന്ന് അറിയണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോന്ന് അറിയണം, രണ്ടാമത്. കാരണം ഉണ്ടെങ്കിൽ പറയണം, എത്ര പേര് എങ്ങനെയാ മേടിച്ചിട്ടുള്ളതെന്ന് അറിഞ്ഞിട്ട് അതിന്റെ അടുത്ത ആക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇസ്കോൺ മാംഗ്ലൂര് ഒരാൾ കയ്യിലും പേഴ്സണലി നമ്മൾ പൈസ മേടിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും അമ്പലത്തിലേക്ക് ചെയ്യണം, അത് നിർബന്ധമായിട്ട് ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര് അമ്പലത്തിന്റെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്യാന്നല്ലാതെ എന്റെ അക്കൗണ്ടിലേക്കോ നമ്മൾ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്കോ അഡ്മിൻസിന്റെ അക്കൗണ്ടിലേക്കോ ആരുടെ അക്കൗണ്ടിലേക്കോ നമ്മൾ ആരും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ മാതാജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എല്ലാവരോടും പറഞ്ഞത് മാതാജിക്ക് ക്യാൻസർ ആണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് 20,000 50,000 അങ്ങനെയാണ്, അല്ലാതെ 1000 2000 ഒന്നല്ല, അത്രയും